ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ പ്രോമോയിൽ കാണിച്ച അനീഷ് അനിമോളോട് വിവാഹാഭ്യർത്ഥന നടത്തുന്ന ആ സീന് ഇപ്പോൾ ഇവിടെ ലൈവിൽ കഴിഞ്ഞു. ലൈവ് കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇതുപോലൊക്കെ വന്നിരിക്കുന്നുണ്ട് രണ്ടുപേരും. അത് കഴിഞ്ഞിട്ട് അനീഷ് ചോദിക്കുന്നുണ്ട് എന്നെപ്പറ്റി എന്താ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നല്ല അഭിപ്രായം, പണ്ടൊന്നും അത്ര ഇഷ്ടമായിരുന്നില്ല, പക്ഷേ ഇപ്പം നല്ലൊരാളാണ്, ആർക്കും ഇഷ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നാൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അനിമോള് അയ്യോ അയ്യോ എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അനിമോൾക്ക് എന്താ പറയണ്ടതെന്ന് ഒരു പിടിയും കിട്ടിയില്ല. സത്യം പറയാം, അനിമോളുടെ എന്താ പറയുക, തലയിൽ കൂടെ നമുക്ക് തന്നെ തോന്നും കിളികളെല്ലാം പറന്നു പോണ പോലെ, മൊത്തം ബ്ലാങ്കായി ഇരിക്കണ പോലെ ഇരിക്കണ്ടായിരുന്നു. അനീഷത്ത് എന്താ നിങ്ങൾ ഈ പറയണത്, പ്രാങ്കാണോ ഇത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബിഗ് ബോസേ പ്രാങ്കാണോ എന്നൊക്കെ. അനുമോൾക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഈശ്വര, ഇപ്പോഴോ എത്ര എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇപ്പം തന്നെ ചോദിക്കണോ നിങ്ങൾക്ക്? അവൾ അതാ വിചാരിക്കുന്നത്, ഈ സമയത്ത് തന്നെ ഇത് ചോദിക്കണോ? ഇനി 9 ദിവസമേ ഉള്ളൂ, പുറത്തിറങ്ങി ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ എത്ര നന്നായി ഹാൻഡിൽ ചെയ്തതിനെ എന്നാണ് അനിമോളുടെ മനസ്സിൽ. കാരണം എന്നിട്ട് അനിമോൾ പറയുന്നുണ്ട്, എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു, അതെല്ലാം പൊളിഞ്ഞു പോയി, അതിനുശേഷം ഞാൻ വിവാഹേ വേണ്ട വെച്ചതാണ്. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഞാൻ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 2 വർഷം ടൈം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ എനിക്ക് എൻ്റേതായ കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് കുറച്ച് എൻ്റെ കരിയറിൽ ഫോക്കസ് ചെയ്യണം, പിന്നെ എനിക്കൊരു വീട് വെക്കണം, എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ അനിമോളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് താലി കെട്ടണം എന്നൊക്കെ ആഗ്രഹം എന്ന് അവൾ പറയുന്നുണ്ട്. ആ സമയത്ത് അതിനിടയിൽ അനീഷ് ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞതിന് മറുപടി പറയുമെന്ന്. അപ്പോൾ അനിമോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പറയണത്. അവസാനം അനീഷ് ഒന്നും പറയാതെ ഇറങ്ങി നടക്കുക ചെയ്യണത്. അനിമോൾക്ക് എന്താ പറയേണ്ടതെന്ന് ഒരു പിടിയില്ല. എന്നിട്ട് അനിമോൾ പറയേണ്ടത്, ഈ മനുഷ്യന് എന്താ പറ്റിയ, പ്രാങ്കായിരിക്കുമോ, ബിഗ് ബോസ് എന്നെ ഒന്ന് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ പറയേണ്ടതെന്ന് അറിയണില്ല. ആർക്കാണെങ്കിലും തോന്നുമല്ലോ, കാരണം അനീഷിനെ അങ്ങനെ അവൾ കണ്ടിട്ടില്ല, അത് നമുക്കാണെങ്കിലും അറിയാം. പക്ഷേ അനീഷിന് ചെറിയൊരു ആഗ്രഹങ്ങളൊക്കെ അവൾ കൊടുത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാനും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അനീഷിനോട് എന്താണ് ഇങ്ങനെ എന്താണ് മറ്റേ ഹാർട്ടിൻ്റെ ഇതൊക്കെ കാണിക്കുക, പിന്നെ അതുപോലെ കുറച്ച് എന്തോ ഒരു ചെറിയൊരു അനീഷിനോടൊരു ഇഷ്ടം പോലെ അവൾ തമാശയ്ക്ക് കാണിച്ചതാണ്. ഈ കൂടെ അനീഷ് ശരിക്കും ജെന്യുവിനായ ഒരു പേഴ്സണാണല്ലോ, കാരണം കള്ളത്തരങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് അയാൾ അതെല്ലാം സത്യമാണെന്ന് വിചാരിച്ചു എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം എന്താണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ അവിടെയൊക്കെ ഭർത്താക്കന്മാരെ എന്താ വിളിക്കുക എന്നൊക്കെ. അപ്പോൾ പറയുന്നുണ്ട് എന്തോ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ അനിമോള് വിളിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഫ്ലെയിങ് കിസ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. കുടിക്കൂ ഇനി എനിക്ക് അനീഷേട്ടൻ്റെ കാര്യം എനിക്ക് ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. അനീഷ പക്ഷേ അതൊക്കെ സീരിയസ് ആയി എടുത്തോ എന്നാണ് ഒരു തോന്നൽ. പക്ഷെ നമുക്ക് കണ്ടറിയാം അവൾ തമാശയ്ക്ക് ഈ കാണിക്കുന്നതെല്ലാം എന്ന്. പക്ഷെ അനീഷിനത് അത്രയ്ക്ക് അങ്ങോട്ട് ആ ഒരു കള്ളത്തരം ഒന്നും മനസ്സിലാവാത്ത കാരണം അനീഷ് അത് എന്താണ് ശരിക്കും റിയലാണ് എന്ന് വിചാരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ ഇനി നാളെ ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ ഇത് പൊളിക്കുമെന്നും അറിയില്ല കേട്ടോ. ഒരു സസ്പെൻസ് വെച്ചിരിക്കുകയാണോ എന്നും അറിയില്ല, എന്താണെന്നറിയില്ല. എന്തായാലും ഇപ്പോൾ ഇതാണ് നടന്നത്. അതിനുശേഷം അനിമോള് ആദിലെ വിളിക്കുന്നുണ്ട്. ആദിലെ വിളിച്ച് ആദിലോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ എന്താണ് ആദില പറയേണ്ടത്, നിനക്ക് പറയായിരുന്നില്ലേ നിനക്ക് ഇഷ്ടമല്ല എന്നുള്ളത്? അയ്യോ ഞാനതെങ്ങനെ പറയും, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അനീഷേട്ടൻ്റെ ഗെയിം ഡൗൺ ആയാലോ, ഞാൻ കാരണമായി എന്ന് പുറത്തെല്ലാവരും പറയില്ലേ, പ്രേക്ഷകരെല്ലാം അങ്ങനെ പറയില്ലേ, ഞാൻ കാരണമാണ് അനീഷേട്ടൻ്റെ ഗെയിം കൊളായി എന്നുള്ളത്, ഞാൻ എന്താ ചെയ്യുക, എനിക്കൊന്നും പിടികിട്ടണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീ ആരോടും പറയരുത്, നൂറോടും കൂടി പറയരുത് പറഞ്ഞ് സത്യം ചെയ്തിട്ടാണ് അതിലോട് അനിമോൾ ഇതൊക്കെ പറയുന്നത്. പക്ഷേ ഇന്നലെ വരെ കീരിയും പാമ്പുമായി നടന്ന എന്താണ് അനിമോൾക്ക് ഒരു എന്താണ് മനസ്സ് ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ ആദിലായിരുന്നു തുണയത് കേട്ടോ. അത് സത്യം പറയാതിരിക്കാൻ വയ്യ. ഇന്നലെയൊക്കെ എന്തെല്ലാം പറഞ്ഞ് നടന്നാലും ഇതെല്ലാം ഫുള്ള് അവൾ പറയണതെല്ലാം കേട്ടിരുന്ന സമയത്ത് നെവിൻ അവിടെ നിന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ, എന്താ ഇവർ പറയണമെന്നുള്ളത്. പക്ഷെ നെവിൻ ഒന്നും കേട്ടിട്ടൊന്നുമില്ല. എന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ ജീൻസ് എടുക്കാൻ വന്നതാണ്, അവിടെ തുണി അയയിൽ വിരിച്ചിട്ടുണ്ട്, അതെടുക്കാൻ വന്നതാന്നൊക്കെ അങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ പറഞ്ഞിട്ട് നിനക്ക് അങ്ങനെ തന്നെ വേണം, നിൻ്റെ വാക്കിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു തമാശ രൂപത്തിൽ അവർ പറയുന്നുണ്ട്.
അത് കഴിഞ്ഞിട്ട് അവരെല്ലാം ആസ് യൂസ്വൽ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ആദില വന്നിട്ടുണ്ട്, അനീഷ് കിച്ചണിലുണ്ട്. ഇവളവിടെ നിന്നിട്ട് അയ്യോ ഇവൾക്ക് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് അറിഞ്ഞൂടെ. ആകെ എന്താ പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യാൻ എങ്ങനെയാണെന്ന് മനസ്സിലാവില്ല. അനീഷിൻ്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും, അനീഷേട്ടൻ എന്താ ഇങ്ങനെ പറഞ്ഞ്, എന്തു പറ്റി എന്നുള്ളത് ഇപ്പോഴും അവളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതായിരുന്നു ലൈവിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി പുതിയ അപ്ഡേറ്റ് വന്നാൽ ഞാൻ വേഗം ഇടാം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എങ്ങനെയെങ്കിലും എൻ്റെ ചാനലൊന്ന് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.